വഖഫ് ബോർഡ് വിവാദത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷവും സമസ്തയും. UDF സർക്കാർ ഹൈക്കോടതിയിൽ നടത്തിയത് ഞെട്ടിക്കുന്ന ഒത്തുകളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. BJP-കാരായ ഹർജിക്കാർക്കൊപ്പം സർക്കാർ നിന്നത് ന്യൂനപക്ഷങ്ങളോട് കാട്ടിയ വഞ്ചനയാണ്. നടക്കുന്നത് സമ്പൂർണ്ണമായ കീഴടങ്ങലും പാദസേവയുമാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. സംഘപരിവാറുമായി രഹസ്യധാരണയോ കൈകോർക്കലോ അല്ല, അതിനു പകരം സമ്പൂർണമായ കീഴടങ്ങലും പാദസേവയുമാണ് ഇപ്പോഴത്തെ നടപടികളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇത് അപമാനകരമായ കാര്യമാണ്, തീർത്തും ലജ്ജാകരമായ കാര്യമാണ്. വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാർ BJP-ക്കൊപ്പം ഒത്തുകളിച്ചു എന്ന് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം കുറ്റപ്പെടുത്തി. സമുദായ താൽപര്യമുണ്ടെങ്കിൽ ലീഗിന് എങ്ങനെ BJP-ക്കൊപ്പം നിൽക്കാനാകും? വോട്ട് തന്നവർ എല്ലാം കാണുന്നുണ്ട് എന്ന ജാള്യം പോലും ലീഗിനില്ലെന്നും ഉമർ ഫൈസി മുക്കം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സർക്കാരിന് രണ്ട് ആളെ ഒഴിവുണ്ടെങ്കിൽ അവിടെ നികത്താനുള്ള അധികാരം അവർക്കുണ്ട്. അത് നികത്തിയാൽ മതി. BJP-യുടെ കൂടെ പോയിട്ട് പരാതി ഇതൊന്നും കൂട്ടിച്ചേരേണ്ട ആവശ്യമില്ല. മനുഷ്യന്മാരൊക്കെ വടക്കാവാൻ വേണ്ടിട്ട്. പക്ഷെ BJP ഹർജിക്കാരനെ പിന്തുണയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നല്ലേ? കോടതി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ പക്ഷെ സർക്കാർ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തുണ്ടായിരുന്നല്ലേ? BJP-യുടെ വാദത്തെ അംഗീകരിച്ചു കൊടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് അല്ലേ? അതും പിന്നെ സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഗതി സർക്കാരിന്റെ വീഴ്ചയാണ് ചൂണ്ടിക്കാണിച്ചത്. സർക്കാർ നേർത്തിയാൽ മതിയായിരുന്നു. ലീഗിനൊട്ടും ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നാണോ ഈ വിഷയം? ലീഗ് അഗൗരവത്തിലും എടുത്തിട്ടില്ല. അത് നിസ്സാരമായ സംഗതിയായിട്ട് കാണി BJP-ന്റെ കൂടെ പൊതുജനങ്ങളൊക്കെ ഇത് കാണില്ലേ എന്നൊരു ബോധെങ്കിലും വേണ്ടവർ. എനിക്ക് വോട്ട് തരുന്ന എന്റെ കൂട്ടത്തിൽ എന്റെ കൊടി പിടിക്കുന്ന ആൾക്കാർ ഇത് കാണും എന്നുള്ള ഒരു ജാള്യത പോലും ഇല്ലാത്ത ഒരു അന്ധമായ പണിയല്ലേ അവർ ചെയ്തത്. വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ സാങ്കേതികത്വം പറഞ്ഞാണ് മുസ്ലിം ലീഗിന്റെ ഒഴിഞ്ഞുമാറൽ. ബോർഡ് രൂപീകരണം നിയമപരമല്ല എന്ന പ്രശ്നം പരിശോധിക്കാമെന്ന് മാത്രമാണ് കോടതിയെ അറിയിച്ചത്. ആ മുസ്ലിങ്ങളെ തിരികെ കയറ്റാമെന്ന് പറഞ്ഞിട്ടില്ല എന്നും PMA സലാം അറിയിച്ചു. അപ്പോൾ ഇതിന്റെ സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ രണ്ട് മുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെന്റ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, എന്തായാലും ഇന്ന് വഖഫിൽ ആയിരുന്നു വലിയ തരത്തിലുള്ള ചർച്ചകളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായത് എന്നുള്ളതാണ്. ആദ്യം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വലിയ വിമർശനം ലീഗിനെതിരെ ഉന്നയിച്ചു. ഉമർ ഫൈസി മുഖമാണെങ്കിലും ലീഗിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് താങ്കളോട് പറഞ്ഞതും ഉന്നയിച്ചതും. എന്നാൽ ഈ സാങ്കേതികത്വം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് PMA സലാം ചെയ്തത്. അപ്പോൾ എന്തായിരുന്നു ഇന്ന് ഈ വഖഫിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ? സ്വാതി, വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തെ താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടതാണ് പുതിയ വിവാദത്തിന് കാരണമായി മാറിയിട്ടുള്ളത്. അതിന്റെ ഒരു കാരണമായി ഇത് BJP നേതാവ് ഷോൺ ജോർജ് നൽകിയ ഹർജിയെ സർക്കാർ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും ഇതേ തുടർന്ന് ഹൈക്കോടതി അത്തരത്തിലൊരു ഉത്തരവിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും സമസ്ത നേതാവും എല്ലാം വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷം പറയുന്നത് ഇത് BJP-യുമായിട്ടുള്ള സംഘപരിവാറുമായിട്ടുള്ള ഒരു ഡീലിന്റെ ഭാഗമാണ്, സർക്കാരിന്റെ നിലപാട് ഞെട്ടിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ സമസ്തയും സമാനമായ ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്. സമസ്തയുടെ മുഷാവറ അംഗവും അതോടൊപ്പം തന്നെ വഖഫ് ബോർഡ് അംഗവുമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം അദ്ദേഹം പറയുന്നത് ഇത് സർക്കാരും BJP-യും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. അതിൽ സർക്കാരിന്റെ ഈ BJP-കാരൻ നൽകിയിട്ടുള്ള BJP നേതാവ് നൽകിയിട്ടുള്ള ഹർജിയെ സർക്കാർ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ഇപ്പോഴത്തെ കേന്ദ്ര നിയമം അനുസരിച്ച് വഖഫ് ബോർഡിൽ 2 മുസ്ലിം ഇതര അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ആണ് വ്യവസ്ഥ. പക്ഷെ അങ്ങനെ ഒരു ആലോചന സർക്കാരിനുണ്ടെങ്കിൽ അത് സ്വന്തം നിലയ്ക്ക് ചെയ്യാമായിരുന്നു. ആ ഹർജിയെ പിന്തുണച്ചുകൊണ്ടല്ല വേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അത് മാത്രമല്ല, മുസ്ലിം ലീഗിനെതിരെ അതിരൂക്ഷമായ വിമർശനവും ഉമർ ഫൈസി മുക്കം ഉന്നയിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന് ഒരു താല്പര്യവും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതായത് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുകയും അവരുടെ കൊടിപിടിയൊക്കെ ചെയ്ത ആളുകളോട് ഒരു ജാള്യം പോലും ഇല്ലാതെയാണ് ഇക്കാര്യത്തിൽ BJP-യുമായി മുസ്ലിം ലീഗ് ഒത്തുകളിക്കുന്നതെന്ന വിമർശനമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള വിമർശനം ലീഗിനെതിരെ ഉയർന്നു. ലീഗിന്റെ മറുപടിയും നമ്മൾ ഇന്ന് കേട്ടു.